യുധിഷ്ഠിരനും പരിവാരങ്ങളും ഋഷ്യശൃംഗ മഹർഷിയുടെ ആശ്രമ പരിസരത്തുള്ള പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് പരിശുദ്ധരായി തീർന്നു. അവരങ്ങനെ വീണ്ടും യാത്ര തുടരുകയാണ്. ഓരോ തീർത്ഥസ്നാനത്തിലെത്തുമ്പോഴും ലോമശ മഹർഷി ആ തീർത്ഥസ്നാനത്തിന്റെ മഹാത്മ്യവും അത് സംബന്ധിച്ചുള്ള കഥകളും പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ അവർ സഞ്ചരിച്ച് മഹേന്ദ്ര പർവ്വതത്തിൽ എത്തിച്ചേർന്നു. അവിടെയാണ് ഭാർഗവരാമൻ തപോനിഷ്ഠനായി കഴിയുന്നത്. അപ്പോൾ യുധിഷ്ഠിരന് അദ്ദേഹത്തെ നേരിട്ട് കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായി. സാധാരണ അഷ്ടമി ചതുർദശി നാളുകളിലാണ് താപസന്മാർ രാമനെ കാണാറുള്ളത്. അടുത്ത ദിവസം ചതുർദശിയാണെന്നും ആ ദിവസത്തിൽ അദ്ദേഹത്തെ കാണാമെന്നും താപസന്മാർ അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. എങ്കിലും അതിനു മുൻപ് പരശുരാമന്റെ കഥകൾ കേൾക്കണമെന്ന മോഹം യുധിഷ്ഠിരന് ഉണ്ടായി. അതനുസരിച്ച് പരശുരാമന്റെ അനുചരനായ അകൃതവ്രണൻ ആ കഥകളൊക്കെ യുധിഷ്ഠിരനോട് പറയുവാൻ തുടങ്ങി. അങ്ങനെ പരശുരാമന്റെ കഥകൾ ജമദഗ്നിയുടെ ഉത്ഭവം മുതൽ തന്നെ അകൃതവ്രണൻ പറഞ്ഞു തുടങ്ങുന്നു. കാർത്തവീര്യാർജുനൻ എന്നു പേരുള്ള 1000 കരങ്ങളുള്ള ഒരു രാജാവുണ്ടായിരുന്നു. ദത്താത്രേയ മഹർഷിയുടെ അനുഗ്രഹം മൂലമാണ് ആ രാജാവിന് ഒരു സ്വർണരഥവും ഐശ്വര്യവും ത്രൈലോകാധിപത്യവും ലഭിച്ചു. ആർക്കും തടയാനാവാത്ത തേരിലൂടെ സഞ്ചരിച്ച് അയാൾ 3 ലോകങ്ങളെയും എന്തിന് ദേവന്മാരെ വരെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. ഉപദ്രവം സഹിക്കവയ്യാതെ ദേവന്മാർ മഹാവിഷ്ണുവിനെ കണ്ട് സങ്കടമുണർത്തിച്ചു. ദേവന്മാരുടെ സങ്കടങ്ങൾ മഹാവിഷ്ണു കേട്ടു. ദേവേന്ദ്രനെ അദ്ദേഹം സമാധാനിപ്പിക്കുന്നു. അക്കാലത്ത് ഗാധി എന്ന് പ്രസിദ്ധനായ ഒരു രാജാവ് ഭാര്യയോടൊപ്പം വനവാസം അനുഷ്ഠിച്ചിരുന്നു. അന്ന് അദ്ദേഹത്തിന് സത്യവതി എന്നു പേരുള്ള അതിസുന്ദരിയായ ഒരു പുത്രിയുണ്ടായി. ഭൃഗുവംശത്തിൽ പിറന്ന ഋചീകൻ അവളെ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിച്ചു. അദ്ദേഹത്തെ ചെന്ന് കാണുന്നു. ഋചീകനോട് ഗാധി പറഞ്ഞു, ഞങ്ങളുടെ വംശത്തിൽ പണ്ട് ഒരു നിശ്ചയം ചെയ്തിട്ടുണ്ട്. കാതു കറുത്തതും ദേഹം മുഴുവൻ വെളുത്തതുമായ 1000 കുതിരകളെ സ്ത്രീ ശുൽക്കമായിട്ടാണ് പിതാമഹന്മാർ നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷെ അങ്ങയോട് അത് നൽകണമെന്ന് ആവശ്യപ്പെടുവാൻ വയ്യ. ഇത് കേട്ടപ്പോൾ ഋചീകൻ വരുണന്റെ അടുത്തേക്ക് യാത്രയാകുന്നു. അവിടെ ചെന്ന് ഗാധി പറഞ്ഞ 1000 കുതിരകളെ യാചിച്ചു വാങ്ങി ഗാധി രാജാവിന് കൊണ്ടുകൊടുക്കുന്നു. ഗംഗയിൽ ആ കുതിരകൾ പൊങ്ങി വന്ന സ്ഥലമാണ് പിന്നീട് അശ്വതീർത്ഥമെന്ന് പ്രസിദ്ധമായത്. അങ്ങനെ ഭൃഗുപുത്രനായ ഋചീകൻ ഗാധിപുത്രിയായ സത്യവതിയെ വിവാഹം ചെയ്ത് സ്വന്തം ആശ്രമത്തിൽ സുഖമായി താമസിക്കുകയും ചെയ്തു. ഒരിക്കൽ ഭൃഗു വിവാഹിതനായ തന്റെ പുത്രനെ കാണുവാനായി ആശ്രമത്തിൽ എത്തിച്ചേർന്നു. പുത്രനും പുത്രിയെയും അച്ഛനെയും നമസ്കരിച്ച് വന്ദിച്ചു. സന്തുഷ്ടനായ ഭൃഗു സത്യവതിയോട് പറഞ്ഞു, മകളെ, ഞാൻ ഏറ്റവും സന്തുഷ്ടനായിരിക്കുന്നു. നിനക്ക് വേണ്ട വരം ചോദിച്ചുകൊള്ളുക. നിന്റെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാം. സത്യവതി ഉടനെ തനിക്കും തന്റെ മാതാവിനും പുത്രനുണ്ടാകണമെന്ന വരമാണ് ചോദിച്ചത്. മഹർഷി 2 പാത്രങ്ങളിൽ പ്രസാദം നൽകിയിട്ട് പറഞ്ഞു, നിന്റെ അമ്മ ഈ പാത്രത്തിലുള്ളത് കഴിക്കട്ടെ, അടുത്തത് നീയും കഴിക്കുക. അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നതാണ്. ഇങ്ങനെ പറഞ്ഞതിനു ശേഷം മഹർഷി യാത്രയാവുകയും ചെയ്തു. എന്നാൽ പ്രസാദം കഴിക്കുമ്പോൾ മകൾക്കുള്ളത് അമ്മയും അമ്മയ്ക്കുള്ള പ്രസാദം മകളും കഴിച്ചു. അങ്ങനെ 2 പേരും യഥാസമയം ഗർഭിണികളാവുകയും ചെയ്തു. ദിവ്യജ്ഞാനം കൊണ്ട് ഈ സംഭവം ഭൃഗുമഹർഷി അറിയുന്നു. മഹർഷി അവരുടെ അരികിലേക്ക് വീണ്ടും എത്തി ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ പ്രസാദം ഭക്ഷിച്ചത് മാറിപ്പോയിരിക്കുന്നു. അമ്മ നിന്നെ ചതിച്ചു. നിനക്കുണ്ടാകുന്ന പുത്രൻ ബ്രാഹ്മണനാണെങ്കിലും ക്ഷത്രവൃത്തിയുമാവും. അമ്മയ്ക്കുണ്ടാകുന്ന പുത്രൻ ബ്രാഹ്മണനെ പോലെ ശാന്ത സ്വഭാവമുള്ള ക്ഷത്രിയനുമാകും. ഇത് കേട്ടപ്പോൾ സത്യവതി വല്ലാതെ പരിഭ്രമിച്ചു പ്രാർത്ഥിച്ചു, എന്റെ മകൻ അങ്ങനെയാകരുതേ, എന്റെ പൗത്രൻ അങ്ങനെയുള്ളവനായി തീരട്ടെ. ശരി, എങ്കിൽ അങ്ങനെയാവട്ടെ എന്ന് മഹർഷി അവളെ അനുഗ്രഹിക്കുകയും ചെയ്തു. സത്യവതിയുടെ പുത്രനായിട്ടാണ് ജമദഗ്നി ജനിച്ചത്. അദ്ദേഹം മഹാതപസ്വിയും ദേവജ്ഞനുമായിരുന്നു. അദ്ദേഹം പ്രസയനജിത്ത് എന്ന രാജാവിന്റെ മകൾ രേണുകയെ വിവാഹം കഴിക്കുകയും ചെയ്തു. ക്രമേണ അദ്ദേഹത്തിന് 5 പുത്രന്മാർ ഉണ്ടായി. അവരിൽ ഏറ്റവും ഇളയ പുത്രനാണ് പരശുരാമൻ. ഒരിക്കൽ ഫലമൂലങ്ങൾ കൊണ്ടുവരുവാൻ പുത്രന്മാരെല്ലാം വനത്തിലേക്ക് പോയപ്പോൾ രേണുക കുളിക്കുവാനായി നദിയിലേക്ക് പോയി. നദിയിൽ ഭാര്യയോടൊപ്പം ജലക്രീഡ ചെയ്തുകൊണ്ടിരുന്ന ചിത്രരഥൻ എന്ന രാജാവിന്റെ സൗന്ദര്യം കണ്ട് രേണുക ഒരു നിമിഷം ആ രാജാവിനെ എല്ലാം മറന്ന് നോക്കി നിന്നുപോയി. മനസ്സുകൊണ്ട് തെറ്റ് ചെയ്തു പോയ രേണുക ഭയന്നു. ജമദഗ്നി മഹർഷി ദിവ്യദൃഷ്ടിയാൽ എല്ലാം മനസ്സിലാക്കുകയും ചെയ്തു. ആശ്രമത്തിൽ പ്രവേശിച്ച ഉടനെ മഹർഷി അവളെ ശകാരിച്ചു. അതുമാത്രമല്ല, തന്റെ പുത്രന്മാരെ വിളിച്ച് അമ്മയെ വധിക്കുവാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. ആദ്യത്തെ 4 പുത്രന്മാരും അച്ഛന്റെ കൽപ്പന അനുസരിക്കുവാൻ തയ്യാറാകാതെ മൗനമായി ഭയന്നു നിന്നു. അനുസരണയില്ലാത്ത മക്കളെന്ന് മഹർഷി അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. പിന്നീടാണ് പരശുരാമൻ വന്നത്. ജമദഗ്നി പരശുരാമനോട് പറഞ്ഞു, പാപിയായ നിന്റെ അമ്മയെ വധിക്കുക മകനെ. പരശുരാമൻ മറ്റൊന്നും പറയാതെ തന്റെ മഴുകൊണ്ട് അമ്മയുടെ ശിരസ് ഛേദിച്ചു. ഇത് കണ്ട് ജമദഗ്നി മഹർഷി ഇപ്രകാരം പറഞ്ഞു, ഉണ്ണി രാമ, നീ എന്റെ വാക്കുകൾ അനുസരിച്ചുവല്ലോ. നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? നീ ചോദിച്ചു കൊള്ളുക. അച്ഛന്റെ ഈ വാക്കുകൾ കേട്ട പരശുരാമൻ വരങ്ങൾ ചോദിച്ചു. ഒന്നാമതായി വരം ചോദിച്ചത് അമ്മ ജീവിക്കണമെന്നും
ഞാൻ അമ്മയെ കൊന്നത് ഓർമ്മയിൽ നിന്നും എന്നേക്കുമായി മാഞ്ഞു പോകണമെന്നും മാതൃവധം കൊണ്ടുള്ള പാപം എന്നെ ബാധിക്കരുതെന്നും താൻ യുദ്ധത്തിൽ അജയ്യനാകണമെന്നും താൻ ദീർഘായുസായിരിക്കണമെന്നും ഇത്രയും വരങ്ങൾ പരശുരാമൻ ചോദിച്ചു. രാമന്റെ ആഗ്രഹങ്ങളെല്ലാം നൽകി ജമദഗ്നി മഹർഷി മകനെ അനുഗ്രഹിക്കുകയും ചെയ്തു.